ഹലോ കൂട്ടുകാരെ, ഞാനൊരു കഥ പറയാൻ പോവാണ്. കഥയുടെ പേരാണ് ആനയും അണ്ണാനും. ആനയും അണ്ണാനും ഓരോരോ പ്ലാവ് നട്ടു. ആന എന്നും നനച്ചു കൊടുക്കും. ആനേൻ്റെ പ്ലാവില് കുറേ വളർന്നു വന്നു. അണ്ണാൻ്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞു പോയി. ആനേൻ്റെ പ്ലാവില് കുറേ ചക്ക ഉണ്ടായി. അത് കണ്ടിട്ട് അണ്ണാക്ക് കൊതി പൂത്തു. ആന കാണാതെ അണ്ണാൻ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ അണ്ണാൻ ഇറങ്ങിപ്പോയേ ചെയ്തു. ഒരു ചക്ക കാണാനില്ലല്ലോ. അണ്ണാൻ ചോദിക്കാൻ ആലോചിക്കുന്നുണ്ട്. നീ എൻ്റെ ചക്ക തിന്നോ? തിന്നല്ലോ, നിന്റെ ചക്ക ഞാൻ തിന്നല്ലോ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെടുത്ത് ഒറ്റേറ്. അണ്ണാൻ വീണതോ ഒരെണ്ണക്കുളത്തിൽ. അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നോ ചിൽ വാക്കയും എണ്ണയും തേച്ച്. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെടുത്ത് ഒറ്റേർ. അണ്ണാൻ വീണതോ ഒരു വാഗപ്പാത്രത്തിൽ. അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നോ ചിൽ എണ്ണയും തേച്ചു ചിൽ വാക്കയും തേച്ചു ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെടുത്ത് ഒറ്റേർ. അണ്ണാൻ വീണതോ ഒരു താളിപ്പാത്രത്തിൽ. അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ വാക്കയും തേച്ചു ചിൽ എണ്ണയും തേച്ചു ചിൽ തളിയും തേച്ചു ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെടുത്ത് ഒറ്റേർ. അണ്ണാൻ വീണതോ കുളത്തിൽ. അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ വാക്കയും തേച്ചു ചിൽ തളിയും തേച്ചു ചിൽ കുളത്തിൽ കുളിച്ചു ചിൽ. ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ആന അണ്ണാനെടുത്ത് ഒറ്റേർ. അണ്ണാൻ വീണതോ ആനയുടെ പ്ലാവ്ക്കൊമ്പിൽ. അവിടെ നിന്നിരുന്ന് വാലും മാറ്റി അണ്ണാൻ പറഞ്ഞു, നിന്റെ ചക്കയും തിന്നു ചിൽ വാകയും എണ്ണയും തേച്ചു ചിൽ വാകയും തേച്ചു ചിൽ തളിയും തേച്ചു ചിൽ കൊളുത്തിലും കുളിച്ചു ചിൽ പ്ലാവിൽ കൊമ്പിലും ഇരുന്ന് ചിൽ. ഇവനെ കൊണ്ട് എന്നാ ചെയ്യാൻ എൻ്റെ ദൈവമേ. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പറയണേ. ബൈ ബൈ, സീ യു.